ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ത്രേതായുഗത്തിൽ ശ്രീരാമനും രാവണനും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. രാവണന് തന്റെ സഹോദരൻ കുംഭകർണൻ ഉൾപ്പെടെയുള്ള തന്റെ മഹാന്മാരായ പല യോദ്ധാക്കളെയും ഈ യുദ്ധത്തിന്റെ അഗ്നിയിൽ നഷ്ടപ്പെട്ടു. രാവണൻ വളരെ കോപാകുലനായി. ശ്രീരാമനും അവന്റെ വാനര സൈന്യത്തിനുമെതിരെ തന്റെ വലിയ സൈന്യവുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ അവൻ തീരുമാനിച്ചു. രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും മൂത്ത മകനുമായ മേഘനാഥൻ തന്റെ പിതാവായ രാവണന്റെ മുന്നിൽ വന്നു. മേഘനാഥൻ, അതായത് ഇന്ദ്രജിത്ത്, അവിടെ ഉള്ളതുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകരുതെന്ന് പിതാവായ രാവണനോട് പറയാൻ തുടങ്ങി. അതിനുശേഷം മേഘനാഥന്റെ കഴിവും ഉത്സാഹവും ആത്മവിശ്വാസവും കണ്ട രാവണൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ മേഘനാഥന് യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവാദം നൽകി. വാസ്തവത്തിൽ മേഘനാഥ് വളരെ ശക്തനും സമർത്ഥനുമായ ഒരു യോദ്ധാവ് എന്നതിലുപരി വഞ്ചനയുടെയും വലിയ വിദഗ്ധൻ കൂടിയായിരുന്നു. മേഘങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നതിൽ അയാൾ വളരെ സമർത്ഥനായിരുന്നു. ബ്രഹ്മാസ്ത്രം കൂടാതെ മേഘനാഥന് നിരവധി ആയുധങ്ങളും ഉണ്ടായിരുന്നു. അവ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്ന നാമം വന്നു. അതിനുശേഷം വിഭീഷണന്റെ ചാരൻ വഴി വാനര രാജാവായ സുഗ്രീവൻ ഇത്തവണ മേഘനാഥൻ യുദ്ധക്കളത്തിലെത്തിയ വിവരം അറിഞ്ഞു. പിന്നീട് വിഭീഷണൻ മേഘനാഥനെ ലങ്കയിലെ ഏറ്റവും ശക്തനും വിനാശകാരിയുമായ യോദ്ധാവായ വാനര രാജാവായ സുഗ്രീവനോട് തന്റെ വാനര സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായി ഉപദേശിച്ചു. കുറച്ചു സമയത്തിനു ശേഷം മേഘനാഥൻ തന്റെ വലിയ സൈന്യത്തോടും അസുര സൈന്യത്തോടും കൂടി യുദ്ധക്കളത്തിലെത്തി. മിന്നൽ പോലെ വാനര സൈന്യത്തെ ആക്രമിച്ചു. അതിനുശേഷം അസുര സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം ആരംഭിച്ചു. അസുരവാനര സൈന്യങ്ങൾ തമ്മിലുള്ള ഈ തുല്യ യുദ്ധം കണ്ടപ്പോൾ മേഘനാഥൻ കോപാകുലനായി. തന്റെ മാന്ത്രിക വിദ്യ കാണിക്കാൻ തുടങ്ങി. അവൻ ആകാശത്തേക്ക് പോയി മേഘങ്ങൾക്കിടയിൽ അപ്രത്യക്ഷനായി. പിന്നെ അവൻ തന്റെ മാരകമായ അമ്പുകൾ ഉപയോഗിച്ച് മുഴുവൻ വാനര സൈന്യത്തെയും ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. മാന്ത്രിക അമ്പുകൾക്കൊപ്പം അവൻ തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് മുഴുവൻ വാനര സൈന്യത്തിന്റെയും മേൽ മിന്നൽ വർഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആയിരക്കണക്കിന് വാനര സൈന്യങ്ങൾ മൃത്യുവിന് കീഴടങ്ങി. കൂടാതെ ഈ യുദ്ധത്തിൽ അസുരന്മാർ പൂർണ്ണമായും മേൽക്കൈ നേടിയിരുന്നു. ഇത് കണ്ടപ്പോൾ വാനര രാജാവായ സുഗ്രീവനും അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരായ അങ്കനും നളനീലനും പൂർണ്ണമായും ഭയന്നു വിറച്ചു. അതിനുശേഷം വാനര രാജാവായ സുഗ്രീവൻ ഒട്ടും താമസിയാതെ തന്റെ വാനര സൈന്യത്തിലൂടെ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്ത ശ്രീരാമനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ശ്രീരാമന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ലക്ഷ്മണന്റെ കണ്ണുകളിൽ നിന്ന് തീക്കനൽ ജ്വലിക്കാൻ തുടങ്ങി. അതിനുശേഷം ലക്ഷ്മണൻ വീണ്ടും ശ്രീരാമന്റെ മുന്നിൽ വണങ്ങി യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. പക്ഷേ ലക്ഷ്മണൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടും ശ്രീരാമൻ അദ്ദേഹത്തെ യുദ്ധത്തിന് പോകാൻ അനുവദിച്ചില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഭീഷണൻ വഴി മേഘനാഥന്റെ മരണരഹസ്യം ശ്രീരാമൻ അറിഞ്ഞിരുന്നു. വാസ്തവത്തിൽ മേഘനാഥ് ബ്രഹ്മദേവന്റെ തപസ് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം ബ്രഹ്മദേവനിൽ നിന്ന് അമർത്യതയുടെ വരം ചോദിച്ചു. പക്ഷേ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ മേഘനാഥന് വ്യത്യസ്തമായ ഒരു കഠിനമായ മരണത്തിന്റെ വരമാണ് നൽകിയത്. 14 വർഷം ഉറങ്ങാതിരിക്കുന്ന ഒരാളുടെ കൈകളാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന വരം കൊടുത്തു. ഈ വരമനുസരിച്ച് പ്രപഞ്ചത്തിൽ 14 വർഷം തുടർച്ചയായി ഉറക്കം ഉപേക്ഷിച്ചതും ഇതെല്ലാം മനസ്സിലാക്കിയതുമായ ഒരേ ഒരാൾ ലക്ഷ്മണൻ മാത്രമായിരുന്നു. ശ്രീരാമൻ ആദ്യമായി ലക്ഷ്മണന് യുദ്ധത്തിൽ പോകാൻ അനുമതി നൽകി. ഇത്തവണ മേഘനാഥൻ, അതായത് ഇന്ദ്രജിത്ത്, യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ യുദ്ധക്കളത്തിൽ മേഘനാഥ് തന്റെ മിന്നൽ പോലുള്ള ശക്തി വാനര സൈന്യത്തിന് മേൽ വർഷിക്കുകയായിരുന്നു. പെട്ടെന്ന് ലക്ഷ്മണൻ വന്ന് അവന്റെ മുന്നിൽ നിന്ന് യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ തുടങ്ങി. അതിനുശേഷം മേഘനാഥൻ ലക്ഷ്മണനോട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ട് തന്നോട് യുദ്ധം ചെയ്യാൻ പരിഹസിച്ചു. പക്ഷേ ലക്ഷ്മണൻ താൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറഞ്ഞ് മേഘനാഥനെതിരെ തന്റെ ആദ്യ ആക്രമണം നടത്തി. അതുവഴി മേഘനാഥൻ ശരിക്കും നടുങ്ങി. പിന്നെ മേഘനാഥനും അമ്പുകൾ കൊണ്ട് ലക്ഷ്മണനെ ആക്രമിക്കാൻ തുടങ്ങി. വളരെ കാലം രണ്ട് മഹാനായ യോദ്ധാക്കളും എല്ലാത്തരം അമ്പുകളാലും പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ലക്ഷ്മണൻ മേഘനാഥനെ കീഴടക്കാൻ തുടങ്ങി. അതുകൊണ്ട് മേഘനാഥൻ വഞ്ചനയിലേർപ്പെടുന്നത് ശരിയാണെന്ന് തോന്നി
അദ്ദേഹം വളരെ വേഗത്തിൽ മേഘങ്ങളിൽ പോയി ഒളിച്ചു. മേഘങ്ങൾക്കിടയിൽ നിന്ന് ലക്ഷ്മണന് മേൽ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ലക്ഷ്മണനെ പിന്തിരിപ്പിച്ചില്ല. മേഘനാഥന്റെ ഓരോ ആക്രമണത്തിനും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം മേഘനാഥൻ തന്റെ മാന്ത്രികത ഉപയോഗിച്ച് ലക്ഷ്മണന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ മാന്ത്രികത ഉപയോഗിച്ച് ശക്തമായ ഒരു ആയുധം ഉപയോഗിച്ച് ലക്ഷ്മണന്റെ മുതുകിൽ ആക്രമിച്ചു. അതിന് ലക്ഷ്മണൻ നിലത്ത് ബോധരഹിതനായി വീണു. മേഘനാഥൻ ഉറക്കെ ചിരിച്ചു. മുകളിലുള്ള മേഘങ്ങളിൽ നിന്ന് ചാടി യുദ്ധക്കളത്തിൽ ബോധരഹിതനായി കിടക്കുന്ന ലക്ഷ്മണനെ വീണ്ടും വാളുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ മേഘനാഥൻ അബോധാവസ്ഥയിലായ ലക്ഷ്മണന്റെ മുന്നിൽ എത്തിയ ഉടനെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ശക്തമായ ഒരു ഗദ ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നു. അതിന്റെ ഫലമായി മേഘനാഥൻ 100 കാതം അകലെ പോയി വീണു. ആ ആക്രമണം മറ്റാരുമല്ല ചെയ്തത്, ശ്രീരാമഭക്തനായ ഹനുമാൻ തന്നെയായിരുന്നു. അബോധാവസ്ഥയിൽ ലക്ഷ്മണനെ കണ്ടപ്പോൾ ശ്രീരാമൻ അഗാധമായ നിരാശയിൽ മുങ്ങിപ്പോയി. തുടർന്ന് വിഭീഷണൻ ഈ ദുഃഖസമയത്ത് ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണം കൊണ്ടുവന്നു. സുഷേണ വൈദ്യൻ എന്ന പേര് പറഞ്ഞു. ഈ ശക്തിയെ നശിപ്പിക്കാൻ കഴിയുന്ന ലങ്കയിലെ ഏറ്റവും മികച്ച വൈദ്യനാണെന്നും പറഞ്ഞു. അതിനുശേഷം ഒട്ടും സമയം കളയാതെ ഹനുമാൻ വിഭീഷണനോട് സുഷേണ വൈദ്യന്റെ വിലാസം ചോദിച്ചു. ലങ്കാ നഗരത്തിലേക്ക് യാത്രയായി. ലങ്കാ നഗരത്തിൽ എത്തിയപ്പോൾ ഹനുമാൻ സുഷേണ വൈദ്യൻ വീടിനുള്ളിൽ ഉറങ്ങുന്നത് കണ്ടു. ഹനുമാൻ സമയം കളയാതെ സുഷേണ വൈദ്യന്റെ വീട് നിലത്തുനിന്ന് പിഴുതെടുത്ത് ആകാശത്തിലൂടെ സുഷേണ വൈദ്യൻ ഉൾപ്പെടെ മുഴുവൻ വീടും കൈകളിൽ കൊണ്ടുവന്ന് ലക്ഷ്മണന്റെ മുന്നിൽ വെച്ചു. മറുവശത്ത് ലങ്കയിലെ കൊട്ടാരത്തിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമുണ്ടായിരുന്നു. രാവണനും മേഘനാഥനും ഉൾപ്പെടെയുള്ള മുഴുവൻ ലങ്കയും സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയായിരുന്നു. ശക്തമായുള്ള ആ ആക്രമണത്തിൽ നിന്നും ലക്ഷ്മണന് അതിജീവിക്കാൻ കഴിയില്ലെന്ന് രാവണന് തോന്നി. ലക്ഷ്മണന്റെ മരണശേഷം ശ്രീരാമൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കുരങ്ങന്മാരും വാനര സൈന്യവും ഹനുമാനും ലങ്കയിൽ നിന്ന് പലായനം ചെയ്യും. ഇതൊക്കെയായിരുന്നു രാവണന്റെ സ്വപ്നം. വിഭീഷണൻ സുഷേണ വൈദ്യന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ആക്രമണം ലക്ഷ്മണനിൽ ചെലുത്തുന്ന സ്വാധീനം അവസാനിപ്പിക്കാൻ സുഷേണ വൈദ്യൻ ഒരേ ഒരു മാർഗം നിർദ്ദേശിച്ചു. അതിൽ അദ്ദേഹം വടക്ക് ഭാഗത്തുള്ള ഡോണഗിരി പർവ്വതത്തിലേക്ക് ഉടൻ പോയി സഞ്ജീവനി ഔഷധം കൊണ്ടുവരാൻ പറഞ്ഞു. സഞ്ജീവനി ഔഷധത്തിന് മാത്രമേ ഈ ആക്രമണത്തിന്റെ ഫലങ്ങൾ തൽക്ഷണം ഇല്ലാതാക്കാൻ കഴിയൂ. ലക്ഷ്മണന്റെ ശരീരത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും കഴിയൂ. അതിനുശേഷം ഹനുമാൻ മുന്നോട്ട് വന്ന് സുഷേണ വൈദ്യനോട് സഞ്ജീവനി ഔഷധത്തിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി. സുഷേണ വൈദ്യൻ അദ്ദേഹത്തോട് സഞ്ജീവനി സസ്യത്തിന്റെ നിറം, രൂപം, ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞു. ഒട്ടും സമയം പാഴാക്കാതെ ഹനുമാൻ ഒരു വിമാനം പോലെ വളരെ വേഗത്തിൽ വടക്കോട്ട് പറക്കാൻ തുടങ്ങി. പിന്നീട് ലങ്കയിൽ വെച്ച് സുഷേണ വൈദ്യൻ സുഹൃത്തായ രാവണനോട് സഞ്ജീവനി സസ്യത്തെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാവണൻ വളരെ കോപാകുലനായി. ലങ്ക വിട്ട് നേരെ പാതാളത്തിലേക്ക് തന്റെ ബന്ധുവായ കാലനേമിയുടെ അടുത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ കാലനേമി മരീചിന്റെ മകനായിരുന്നു. കാലേ തന്റെ പിതാവ് മരീചിനെ പോലുള്ള വളരെ അപകടകാരിയും ശക്തനുമായ ഒരു രാക്ഷസനായിരുന്നു. അതിനുശേഷം രാവണൻ കാലനേമിയോട് എല്ലാം പറഞ്ഞു. തന്റെ മാന്ത്രിക വലയിൽ കുടുക്കി ഹനുമാനെ കൊല്ലാൻ കൽപ്പിച്ചു. അതിനുശേഷം തന്റെ മാന്ത്രിക ശക്തികളാൽ ഹനുമാന്റെ വഴി കണ്ടെത്തിയ കാലനേമി വേഷം മാറി ഒരു സന്യാസിയുടെ രൂപം സ്വീകരിച്ചു. അതേ വഴിയിലുള്ള ഒരു കൊടുമുടിയിൽ ഇരുന്നു ശ്രീരാമനാമം ജപിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഹനുമാൻ ആകാശപാതയിലൂടെ ഡോണഗിരിയിലേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു മലയുടെ മുകളിൽ ശ്രീരാമനാമം ജപിക്കുന്ന ഒരു സന്യാസിയെ കണ്ടു. ശ്രീരാമന്റെ നാമം കേട്ടപ്പോൾ ഹനുമാന് സ്വയം തടയാൻ കഴിഞ്ഞില്ല. അവൻ മലയുടെ മുകളിൽ ഇറങ്ങി ശ്രീരാമനെ ധ്യാനത്തിലിരിക്കുന്ന മുനിയെ പ്രണാമം പറഞ്ഞുകൊണ്ട് വന്ദിച്ചു. സന്യാസി കണ്ണു തുറന്ന് ഹനുമാനോട് വളരെ സന്തോഷമായി ഒരു വാർത്ത അറിയിച്ചു. വാസ്തവത്തിൽ ലക്ഷ്മണൻ പൂർണ്ണമായും ആരോഗ്യവാനാണെന്നും സുഖമായിരിക്കുകയാണെന്നും സന്യാസി ഹനുമാനോട് പറഞ്ഞു. കൂടാതെ ശ്രീരാമൻ നടത്തിയ ഒരു പരീക്ഷണം മാത്രമാണ് ഇത് എന്നും പറഞ്ഞു. ഹനുമാൻ ഈ പരീക്ഷയിൽ പൂർണ്ണമായും വിജയിച്ചതായി കാണിച്ചു. ഹനുമാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഇത് ശ്രീരാമന്റെ ലീലയായി കരുതി ഹനുമാന് വളരെയധികം സന്തോഷം തോന്നി തുടങ്ങി. വാസ്തവത്തിൽ അങ്ങേയറ്റം സൂത്രശാലിയായ ഈ സന്യാസി മറ്റാരുമല്ല,
ഭയങ്കരനായ കാലനേമി തന്നെയായിരുന്നു. സന്യാസിയുടെ രൂപം സ്വീകരിച്ച കാലനേമി ഹനുമാന് ഒരു കുടം നിറയെ വെള്ളം കുടിക്കാൻ കൊടുത്തു. കുറച്ച് പഴങ്ങൾ കഴിച്ച് ഇവിടെ വിശ്രമിച്ച ശേഷം ലങ്കയിലേക്ക് മടങ്ങാൻ പറഞ്ഞു. എന്നാൽ ഹനുമാൻ കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ടു. തനിക്ക് കുളിക്കാനും ആവശ്യത്തിന് വെള്ളം വേണമെന്നും പറഞ്ഞു. അതിനുശേഷം ആ സന്യാസി ഹനുമാനെ പർവ്വതത്തിന് താഴെയുള്ള ഒരു നദിയിലേക്ക് പോകാൻ ഉപദേശിച്ചു. ഹനുമാൻ ആ നദിയിലേക്ക് പോയി. വാസ്തവത്തിൽ കാലനേമി നൽകിയ വെള്ളത്തിന്റെ കലത്തിൽ വെള്ളത്തിന് പകരം ഒരു മാരകമായ വിഷമുണ്ടായിരുന്നു. അത് ഹനുമാനെ കുടിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ കാലനേമി ഇതിനകം തന്നെ ഹനുമാനെ കൊടുമുടിക്ക് താഴെ ഒഴുകുന്ന ഒരു നദിയിലേക്ക് അയച്ച് തന്റെ രണ്ടാമത്തെ തന്ത്രം പ്രയോഗിച്ചിരുന്നു. ആ നദിയിൽ വലിയ ഒരു മുതല താമസിച്ചിരുന്നു. അതിന്റെ പിടിയിൽ നിന്ന് ഇതുവരെ ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഹനുമാൻ അവിടെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ വലിയ മുതല ഹനുമാനെ ആക്രമിച്ചു. പക്ഷേ ഹനുമാൻ ആ മുതലയെ അവിടെ വെച്ച് തന്നെ പരാജയപ്പെടുത്തി. അവന്റെ ഒരു അടികൊണ്ട് മുതല പകുതി ചത്തു. അതിനുശേഷം മുതല ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ചതിന് ഹനുമാനോട് നന്ദി പറഞ്ഞു. അതേസമയം അവൾ ഹനുമാന് മുന്നറിയിപ്പും നൽകി. ആ സന്യാസി ഭയങ്കരനും ശക്തനുമായ രാക്ഷസനാണെന്ന് പറഞ്ഞു. ഹനുമാന്റെ കോപത്തിന് അതിരുകളില്ലായിരുന്നു. മുതല ഹനുമാനെ ഇല്ലാതാക്കിയിരിക്കും എന്നാണ് കാലനേമി കരുതിയത്. പെട്ടെന്നൊരു കനത്ത ഇടി അവന്റെ മുഖത്ത് പതിച്ചു. പിന്നീട് കാലനേമി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്ന് വളരെ ദൂരേക്ക് തെറിച്ചു വീണു. ഹനുമാൻ അത്യധികം കോപാകുലനാകുകയും തന്റെ ഗദ ഉപയോഗിച്ച് കാലനേമിയെ കൊല്ലുകയും തുടർന്ന് ഡോണഗിരിയിലേക്ക് വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. നിമിഷങ്ങൾക്ക് ശേഷം ഹനുമാൻ ഡോണഗിരിയിലെത്തി. പക്ഷേ വളരെയധികം പരിശ്രമിച്ചിട്ടും സുഷേണ വൈദ്യൻ പറഞ്ഞ സഞ്ജീവിനി സസ്യം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ വളരെ വിഷമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദ്രോണഗിരി പർവ്വതത്തിന്റെ ഒരു ഭാഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു. പിന്നീട് ഹനുമാൻ തന്റെ വലിപ്പം ഒരു ഭീമാകാരമായ വിധത്തിലേക്ക് ഉയർത്തി. ഒരു കൈകൊണ്ട് കൊടുമുടി പിഴുതെറിഞ്ഞ് വളരെ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. അയോധ്യ നഗരത്തെ സമീപിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും വലിയ ഒരു രൂപം കണ്ട് അയോധ്യയിലെ സൈനികർ ഭയന്നു വിറച്ചു. ഭരതന്റെ സംഘം വന്ന് മുഴുവൻ കഥയും അവരോട് പറയാൻ തുടങ്ങി. ഉടനെ ഭരതൻ തന്റെ അമ്പും വില്ലുമെടുത്ത് ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ശരീരം കണ്ടപ്പോൾ തീർച്ചയായും ഏതോ ഒരു രാക്ഷസൻ അയോധ്യ നഗരത്തെ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അയാൾ കരുതിയത്. പിന്നെ സമയം കളയാതെ ഭരതൻ ഹനുമാനെ അമ്പുകൾ കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അമ്പുകൾ ഹനുമാന്റെ മേൽ വലിയ സ്വാധീനം ചെലുത്താനായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തീർച്ചയായും താഴെ നിൽക്കുന്ന ഭരതനിലേക്ക് പോയി. പിന്നീട് ഹനുമാൻ ഭരതന്റെ അടുത്തെത്തി. അവന്റെ മുന്നിൽ ജയ് ശ്രീരാം എന്ന് മന്ത്രിക്കാൻ തുടങ്ങി. അമ്പെയ്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഭരതൻ പറഞ്ഞു, ഹനുമാന്റെ വലിപ്പവും കയ്യിലുള്ള വലിയ പർവ്വതവും കണ്ട് അയോധ്യയിലെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അമ്പെയ്തതെന്ന്. ഭരതൻ ഹനുമാനോട് ജയ് ശ്രീരാം എന്ന് വിളിച്ചതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ ആമുഖവും ചോദിച്ചു. തുടർന്ന് ഹനുമാൻ സ്വയം ശ്രീരാമഭക്തനായി പരിചയപ്പെടുത്തി എല്ലാം പറയാൻ തുടങ്ങി. അതിനുശേഷം ഭരതൻ രാവണനോടും മേഘനാഥനോടും അത്യധികം കോപിക്കുകയും അവരെ തന്നോടൊപ്പം ലങ്കയുടെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഇതുകേട്ട് അത്ഭുതപ്പെട്ടു ഹനുമാൻ ഭരതനോട് തന്റെ ആമുഖം ചോദിച്ചു. തുടർന്ന് ഭരതൻ താൻ പരേതനായ ശ്രീ ദശരഥന്റെ മകനാണെന്നും ശ്രീരാമന്റെ ഇളയ സഹോദരനാണെന്നും പരിചയപ്പെടുത്തി. ഇതിൽ ഹനുമാൻ വികാരാതീതനായി. അദ്ദേഹം ഭരതനെ ആശ്വസിപ്പിച്ചു ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ശ്രീരാമനും മുഴുവൻ വാനര സൈന്യവും ഹനുമാനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഒരു വലിയ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഭീമാകാരനായ ഹനുമാൻ ഒരു വലിയ പർവ്വതവുമായി കടൽ തീരത്ത് കാലുകുത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അതിനുശേഷം മുഴുവൻ വാനര സൈന്യവും ആവേശഭരിതരായി. ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യത്തോടൊപ്പം ജയ് ഹനുമാനും വിളിച്ചു തുടങ്ങി. അപ്പോൾ സുഷേണ വൈദ്യൻ ഉടൻ തന്നെ മലയ്ക്കുള്ളിൽ നിന്ന് സഞ്ജീവിനി ഔഷധം കണ്ടെത്തി. അത് പിഴുതെടുത്ത് ലക്ഷ്മണന്റെ മുറിവുകളിൽ പുരട്ടി. അങ്ങനെ ലക്ഷ്മണന്റെ മുറിവുകൾ ഉടനടി ഉണങ്ങുകയും അദ്ദേഹത്തിന് ബോധം വീണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ബോധം വീണ്ടെടുത്ത ഉടൻ അവൻ മേഘന്റെ പേര് വിളിച്ചുകൊണ്ട് അലറി. തുടർന്ന് ശ്രീരാമൻ അവനെ ശാന്തനാക്കി. മുഴുവൻ വാനര സൈന്യവും അത്യധികം ആവേശത്തോടെ ആഘോഷിച്ചു. അതിനുശേഷം ഹനുമാൻ ലങ്കാ നഗരത്തിൽ അതേ സ്ഥലത്ത് സുഷേണ വൈദ്യനെയും അദ്ദേഹത്തിന്റെ വീടിനെയും പുനഃസ്ഥാപിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നീട് ഈ വാർത്ത ചാരൻ വഴി ലങ്കാധിപതി രാവണൻ അറിഞ്ഞു. രാവണൻ കോപാകുലനായി.
മേഘനാഥന്റെ ആക്രമണം വിജയിച്ചില്ലെന്ന് പ്രഖ്യാപിച്ചു. മേഘനാഥന് ഇത് പരാജയപ്പെട്ടതായി തോന്നി. പിന്നെ രാവണൻ മേഘനാഥനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ ബ്രഹ്മാവ് നൽകിയ ഒരു വരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അതനുസരിച്ച് മേഘനാഥൻ തന്റെ കുലദേവതയായ നികുംബല ദേവിയുടെ താന്ത്രിക യാഗം പൂർത്തിയാക്കിയാൽ ആർക്കും തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ദിവ്യരഥം അവന് ലഭിക്കും. ഒട്ടും സമയം പാഴാക്കാതെ മേഘൻ നികുംബല ദേവിയുടെ താന്ത്രിക യാഗം ആരംഭിച്ചു. പിന്നീട് വിഭീഷണന് ഈ വിവരം രഹസ്യമായി ലഭിച്ചു. വിഭീഷണൻ ഇത് ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണനോട് മേഘനാഥ യാഗം ഉടൻ തന്നെ മുടക്കാൻ കൽപ്പിച്ചു. ഇവിടെ മേഘനാഥൻ തന്റെ കുലദേവതയായ നികുംബല ദേവിയുടെ താന്ത്രിക യാഗം ശക്തമായ സുരക്ഷയ്ക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മണനും വിഭീഷണനും വാനര സൈന്യവും ശക്തമായ സുരക്ഷ ലംഘിച്ച് മേഘനാഥന്റെ മുന്നിൽ വന്നു. തുടർന്ന് ലക്ഷ്മണൻ യാഗത്തിൽ മുഴുകിയിരുന്ന മേഘനാഥനോട് പരുഷമായി സംസാരിക്കാൻ തുടങ്ങി. ഇത് മേഘനാഥന് മേൽ കോപമുണ്ടാക്കുകയും അയാൾ തന്റെ യാഗം നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ലക്ഷ്മണൻ നാളെ യുദ്ധക്കളത്തിൽ വെച്ച് കാണാം എന്ന് മേഘനാഥനോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയി. ലങ്കയിൽ മേഘനാഥൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. യാഗം പരാജയപ്പെട്ടതിനാൽ രാവണൻ അവനെ യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് തടയുന്നു. അതിനുശേഷം ഒരു മകനെന്ന നിലയിൽ തന്റെ കടമയെക്കുറിച്ചും ലങ്കയുടെ അഭിമാനത്തെക്കുറിച്ചും സ്വന്തം ആത്മാഭിമാനത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് മേഘനാഥ് യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നു. യുദ്ധകാഹളം മുഴങ്ങുന്നു. ലക്ഷ്മണന്റെയും മേഘനാഥന്റെയും സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. തുടർന്ന് വീണ്ടും ഒരു സ്ഫോടനാത്മക യുദ്ധം ആരംഭിക്കുന്നു. അവിടെ വാനര സൈന്യവും അസുര സൈന്യവും പരസ്പരം ആക്രമിക്കുന്നു. ഇവിടെ ലക്ഷ്മണൻ മേഘനാഥനും പരസ്പരം അമ്പുകൾ വർഷിക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് ഹനുമാനും അങ്കദനും അസുര സൈന്യത്തെ വളരെ വേഗത്തിൽ നശിപ്പിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ലക്ഷ്മണന്റെ മേൽ പാശുപതാസ്ത്രം ഉപയോഗിക്കുന്നു. ഇത് കണ്ട ലക്ഷ്മണൻ കൂപ്പുകൈകളോടെ നിന്നു. അതിന്റെ ഫലമായി പാശുപതാസ്ത്രം പിന്നോട്ട് പോയി. ഇത് കണ്ട മേഘനാഥൻ അത്ഭുതപ്പെട്ടു. അതിനുശേഷം തന്റെ രണ്ടാമത്തെ ആയുധമായ നാരായണൻ ഉപയോഗിച്ച് ലക്ഷ്മണനെ ആക്രമിച്ചു. ലക്ഷ്മണൻ കൈകൾ കൂപ്പി പിന്നിലേക്ക് നിൽക്കുന്നത് കണ്ട നാരായണൻ ആയുധവും ലക്ഷ്മണനെ ഉപദ്രവിക്കാതെ തിരിച്ചെത്തി. വാസ്തവത്തിൽ ലക്ഷ്മണൻ ശേഷനാഗന്റെ അവതാരമാണ്. അതുകൊണ്ട് പാശുപതാസ്ത്രവും നാരായണാസ്ത്രവും ലക്ഷ്മണനെ ഉപദ്രവിക്കാതെ തിരിച്ചുപോയി. ഇത് കണ്ട മേഘനാഥന് മനസ്സിലായി അത് ലക്ഷ്മണനായാലും ശ്രീരാമനായാലും ഇരുവർക്കും ചില ദിവ്യശക്തികളുണ്ടെന്ന്. മേഘനാഥൻ യുദ്ധക്കളത്തിൽ നിന്ന് അപ്രത്യക്ഷനായി ലങ്കയിലെ രാജാവായ രാവണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മേഘനാഥൻ തന്റെ പിതാവായ രാവണനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ രാവണൻ മേഘനാഥൻ ക്ഷീണിതനാണെന്നും വിശ്രമിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷം മേഘനാഥൻ വളരെ കോപാകുലനായി യുദ്ധക്കളത്തിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങി. യുദ്ധക്കളത്തിലെത്തിയവൻ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു നോക്കി. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ അസുര സൈന്യവും യുദ്ധക്കളത്തിൽ ഹനുമാന്റെയും അങ്കദന്റെയും വാനര സൈന്യത്തിന്റെയും കൈകളാൽ മൃത്യുവരിച്ചിരുന്നു. ഇതുകൊണ്ട മേഘന് കോപം വന്നു. പിന്നെ അവൻ മേഘങ്ങളുടെ അടുത്തേക്ക് നീങ്ങി. മേഘങ്ങളിൽ ഒളിച്ചിരുന്ന് മുഴുവൻ വാനര സൈന്യത്തിനും നേരെ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി എണ്ണമറ്റ വാനര സൈന്യം മൃത്യുവരിച്ചു. ഇത് കണ്ടപ്പോൾ ലക്ഷ്മണൻ മേഘനാഥന്റെ മേൽ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. മേഘനാഥൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നതിനാൽ ലക്ഷ്മണന്റെ അമ്പുകൾ മേഘനാഥനെ തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവിടെ സൈന്യത്തെ നശിപ്പിക്കുന്നതിനോടൊപ്പം മേഘനാഥൻ ലക്ഷ്മണന്റെ മേൽ അമ്പുകളും വർഷിച്ചു. അതുമൂലം ലക്ഷ്മണൻ കുഴപ്പത്തിലായി. പിന്നെ ആ പ്രശ്നത്തിന്റെ ചൂടിൽ ഹനുമാൻ വന്ന് ലക്ഷ്മണന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിനോട് തന്റെ തോളിലിരിക്കാൻ അഭ്യർത്ഥിക്കാൻ തുടങ്ങി. ഹനുമാന്റെ ആംഗ്യം മനസ്സിലാക്കിയ ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ തോളിലിരുന്നു. ഹനുമാൻ ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോയി മേഘങ്ങൾക്കിടയിൽ നേരിട്ടെത്തി. അവിടെ മേഘനാഥൻ ലക്ഷ്മണൻ ജിക്ക് വ്യക്തമായി കാണപ്പെട്ടു. ഇതിനുശേഷം ലക്ഷ്മണൻ ഒട്ടും സമയം പാഴാക്കാതെ തന്നെ തന്റെ ദിവ്യ ആയുധങ്ങളിൽ ഒന്നെടുത്ത് ഉപയോഗിച്ചു. മേഘനാഥന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അത് മേഘനാഥന്റെ ഒരു കൈ മുറിച്ചു മാറ്റി. അത് ലങ്ക കൊട്ടാരത്തിനുള്ളിൽ ചെന്ന് വീണു. പിന്നീട് തന്റെ മറ്റൊരു ദിവ്യായുധം ഉപയോഗിച്ച് മേഘനാഥന്റെ തല യുദ്ധക്കളത്തിൽ വീഴ്ത്തി ഉടലിൽ നിന്നും വേർപെടുത്തി. ഇത് കണ്ട എല്ലാ ദേവന്മാരും ലക്ഷ്മണനും ഹനുമാനും അനുഗ്രഹം ചൊരിയാൻ തുടങ്ങി. സങ്കടമോചനൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് എല്ലാ കഷ്ടപ്പാടുകളും നീക്കാൻ കഴിയുന്നവൻ.